സുഹൃത്തുക്കളെ, നമുക്ക് ഒരു ഡയബറ്റിസ് ദിനം കൂടി വരികയാണ്. ശരിക്കും നവംബർ 14 ലോക ഡയബറ്റിസ് ദിനമായിട്ട് നമ്മൾ കൊണ്ടാടുകയാണ്. 1991 തുടങ്ങി വെച്ചതാണ് ഈ കൊണ്ടാടൽ. ഓരോ വർഷവും ഓരോ പ്രത്യേക തീമോട് കൂടിയാണ് നമ്മൾ കൊണ്ടാടുന്നത്. ഈ വർഷത്തെ തീം നമ്മുടെ നേഴ്സസും അതുപോലെ തന്നെ ഡയബറ്റിസും തമ്മിലുള്ളൊരു ബന്ധത്തെക്കുറിച്ച് പറയുന്ന തീമാണ് ഇപ്രാവശ്യം വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ മൊത്തത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരിൽ ഒപ്പം പകുതി നേഴ്സസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യം ജനങ്ങൾക്ക് നൽകുന്നതിൽ അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്നതിൽ നേഴ്സസിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത്തവണ നേഴ്സസിൻ്റെ സേവനം ആരോഗ്യമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കാൻ, ഡയബറ്റീസിൽ നിന്നുള്ള ആൾക്കാരെ സംരക്ഷിക്കാൻ, അവരെ പരിചരിക്കാൻ എന്തെല്ലാം വിധത്തിൽ അവർ സഹായിക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നതിന് കൂടിയാണ് ഈ ഒരു ഡയബറ്റീസ് ദിനത്തിൽ നേഴ്സസിന് ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു തീം വെച്ചത്. ആഗോളതലത്തിലാകെ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആ മഹാമാരിയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് വിവിധ പരിപാടികളോടുകൂടി നമ്മളുടെ ദിനാചരണം സാധിക്കാത്തൊരു സന്ദർഭത്തിലാണ് ഈ ദിനം ആചരിക്കേണ്ടതും തുടർച്ചയായ വർഷത്തിലെ എല്ലാ ദിവസവും തന്നെ, നവംബർ 14 മാത്രമല്ല, വർഷത്തിലെ എല്ലാ ദിവസവും പ്രമേഹത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന്, പ്രമേഹം വരാതിരിക്കുന്നതിന്, വന്നവർക്ക് വീണ്ടും അതിന് രക്തത്തിലെ പഞ്ചസാരയുടെ തോത് ക്രമാതീതമായി വർദ്ധിക്കാതിരിക്കുന്നതിന്, മറ്റവയവവ്യൂഹങ്ങളെ ഡയബറ്റീസ് ബാധിക്കാതിരിക്കുന്നതിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് വർഷത്തിലെല്ലാ ദിവസവും വളരെ ശ്രദ്ധയോടെ നമ്മൾ പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ, ഇന്ത്യയിലെ മൊത്തമുള്ള പ്രമേഹ രോഗികളിൽ ഏറ്റവും കൂടുതൽ വ്യക്തികൾ കേരളത്തിൽ നിന്നാണ് പറയപ്പെടുന്നത്. കാരണം നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ പ്രത്യേകത തന്നെയാണ്. നമ്മളുടെ കേരളീയർ പൊതുവെ അലസന്മാരും മടിയന്മാരുമായി മാറിക്കഴിഞ്ഞു എന്നുള്ള വിധത്തിലാണ് നമ്മളുടെ പഠനങ്ങൾ കാണിക്കുന്നത്. നമുക്ക് എക്സസൈസ് ചെയ്യാൻ മടിയാണ്, സുഭിക്ഷമായ ഭക്ഷണം ആഗ്രഹിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡ് യുഗത്തിലേക്കാണ് എല്ലാ കുഞ്ഞു പിള്ളേർ മുതൽ യുവാക്കളെല്ലാവരും വരുന്നത്. വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യാനും കഴിക്കാനുമെല്ലാം മലയാളിക്ക് മടിയായി തുടങ്ങിയിട്ടുണ്ട്. കോവിഡ് വന്നപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് കുറച്ചൊരു വ്യതിയാനം വന്നിട്ടുണ്ട്. നമ്മളുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന, നമ്മൾക്ക് കൊഴുപ്പൊന്നും വളരെയധികം പ്രശ്നങ്ങളില്ലാത്ത കൊഴുപ്പുകൾ മാത്രം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ആവശ്യം വേണ്ടുന്ന എക്സസൈസുകൾ വീടിനകത്ത് തന്നെ ചെയ്യാൻ പറ്റുന്നതും തൊടിയിൽ ചെയ്യാൻ പറ്റുന്നതും അത്യാവശ്യം മാസ്കോടുകൂടി ചെയ്യാൻ പറ്റുന്നതുമായ എക്സസൈസുകൾ ദിവസം പ്രതി ചെയ്ത് ഡയബറ്റിസ് വരാതിരിക്കാനുള്ള ഒരു പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതാണെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.